ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് അൺഫിൽറ്റേഡ്. എല്ലാവർക്കും ലൈഫ് അൺഫിൽറ്റേഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് ഒരു പാട്ടുകാരനാണ്, നിഖിൽ. നിഖിൽ ബ്രോ, വെൽക്കം ടു ലൈഫ് അൺഫിൽറ്റേഡ്. താങ്ക് യു സോ മച്ച്. നിഖിൽ ബ്രോ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് നിഖിൽ. ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു IT എഞ്ചിനായിട്ട് വർക്ക് ചെയ്യുന്നു. നാട്ടിൽ തൃശ്ശൂരാണ് സ്വദേശം. പിന്നെ ഫാമിലിയിൽ അച്ഛനമ്മ വൈഫ് 2 കുട്ടികൾ, അതാണ് ഫാമിലി. നിഖിൽ ചെറുപ്പം മുതലേ പാട്ടുകളൊക്കെ പാടുമായിരുന്നു? ചെറുപ്പം മുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മയിലൊരു 4ാം ക്ലാസ്സിലെങ്ങാണ്ട് ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജിൻ്റെ മുന്നിൽ പെർഫോം ചെയ്തതാണ്. അതൊന്ന് എനിക്ക് തോന്നുന്നു അന്ന് പണ്ട് ബുധനാഴ്ചകൾ സാഹിത്യ സമാജം ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പോൾ ആ സമയത്ത് ഒരു ലാസ്റ്റ് 2 പീരീഡോ അല്ലെങ്കിൽ ലാസ്റ്റ് 2 പീരീഡോ എങ്ങാണ്ട് ഇതുപോലെ നമുക്ക് പെർഫോം ചെയ്യാൻ ഒരു വേദി ഉണ്ടാവും. അപ്പോൾ സ്കൂളിലെ എല്ലാ പിള്ളേരും ഉണ്ടാവും. അന്ന് ആദ്യം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ മുന്നിലൊരു പാട്ട് പാടുന്നത്. ബേസിക്കലി അതാണ് ആദ്യമായിട്ടുള്ളൊരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് അങ്ങോട്ട് അങ്ങനെ ക്ലാസ്സുകളിൽ ഇങ്ങനെ ചുമ്മാ പാടുന്നല്ലാതെ എൻ്റെ പുറത്തേക്ക് വേറെ പ്രത്യേകിച്ച് അങ്ങനെ പുറമെ പാടലില്ല. പക്ഷെ കൂട്ടുകാർ കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു രസത്തിനൊക്കെ പാടുന്നല്ല, അതൊക്കെ തന്നെയാണ്. ഞാൻ നിഖിൽ പാടുന്ന ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് നിഖിൽ പാടും. പക്ഷേ എനിക്ക് നിഖിൽ അങ്ങനെ പ്രോഗ്രാംസിന് പാടാൻ പോകണ്ടോ അതോ വെറുതെ ഇങ്ങനെ? ഇല്ലില്ല, അങ്ങനെ പ്രോഗ്രാംസ് ഒന്നും ഇതുവരെ ചില പ്രോഗ്രാംസിൽ സ്കൂളുകളിലൊക്കെ ചില പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഒരു സജീവമായിട്ടുള്ള പാട്ട് എന്ന് പറയാൻ അങ്ങനെ ഒരു പ്രോഗ്രാംസ് ഇല്ല. നമുക്കെങ്കിലും ആദ്യമായിട്ടൊരു പാട്ട് കേട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇഷ്ടമുള്ളൊരു പാട്ട്, നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് ഇഷ്ടമുള്ളൊരു പാട്ട്, ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ട് നമുക്ക് പാടാം. തീർച്ചയായിട്ടും. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു ചിറകുമായി വരിക ശലഭമേ. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു ചിറകുമായി വരിക ശലഭമേ. സൂര്യനെ ധ്യാനിക്കുമീ പൂ പോലെ ഞാൻ മിഴിപൂട്ടവേ. വേനൽ കൊള്ളും നെറുകിൽ മെല്ലെ നീ തൊട്ടു. കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു ചിറകുമായി വരിക ശലഭമേ. താങ്ക് യു. വളരെ മനോഹരമായിരുന്നു ബ്രോ. താങ്ക് യു. ഒത്തിരി ആൾക്കാരങ്ങനെ പാടി കേട്ടിട്ടില്ലാത്തൊരു പാട്ടാണ് അല്ലേ? ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അത് ഒരു പുനരധിവാസന സിനിമയിൽ വേണുഗോപാലാണ് പാടിയത് ഈ പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അതുകൊണ്ട് എപ്പോഴും കേൾക്കാൻ ഇഷ്ടപ്പെട്ടൊരു പാട്ട്. എങ്ങനത്തെ തരത്തിലുള്ള പാട്ടുകളാണ് ബ്രോയ്ക്ക് കൂടുതലായിട്ട് കേൾക്കാൻ ഇഷ്ടം? മെലഡി ഒക്കെ ആ ഒരു കാറ്റഗറി പെടുന്ന പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനത്തെ പാട്ടുകൾ കേൾക്കാൻ കൂടുതൽ ഇഷ്ടം. കൂടുതലും മലയാളമാണോ അതോ എല്ലാ ലാംഗ്വേജും കേൾക്കുമോ? എനിക്ക് ഇന്ന ലാംഗ്വേജ് സത്യം പറഞ്ഞില്ല. അപ്പോൾ മലയാളം ആണെങ്കിലും ഇപ്പോൾ വേറെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഞാൻ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ തെലുങ്കായാലും കന്നഡ വേറെ ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഞാൻ കേൾക്കാറുണ്ട്. ഇവൺ ബംഗാളീസ് അല്ലെങ്കിൽ മറ്റങ്ങനത്തെ ഭാഷ ആണെങ്കിലും ഞാൻ കേൾക്കാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ തരത്തിലുള്ള പാട്ടുകളും കേൾക്കുമല്ലേ? അതിൽ കൂടുതലും മെലഡീസ് ആണ് കൂടുതലായിട്ട്. മ്യൂസിക് പഠിക്കുക അങ്ങനെ എന്തെങ്കിലും? മ്യൂസിക് ഇതുവരെ പഠിച്ചിട്ടില്ല. പഠിക്കണമെന്നൊരു ആഗ്രഹം എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെ പോവുക അങ്ങനെ ഒന്നും ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ കുറച്ചാളായിട്ട് വീണ്ടും ഒരു തോട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആഗ്രഹം ഇപ്പോഴൊക്കെ നമുക്ക് സാഹചര്യങ്ങളുണ്ടെങ്കിൽ പഠിക്കുന്നത് വളരെ നല്ലതായിരിക്കും. സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറയല എന്തോ ഒരു മടി എന്താണെന്ന് അറിയില്ല. അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ. അതാണ് ഉണ്ടായത്. നമുക്ക് എന്നാ അടുത്തൊരു പാട്ട് കേട്ടാലോ? തീർച്ചയായും. ഇനി ഏതാ പാട്ട് പാടാൻ പോകുന്നത്? ഇനി നമ്മുടെ ശ്രീരാഗമോ പവിത്ര സിനിമയിലത്തെ ശ്രീരാഗമോ എന്നുള്ള പാട്ട്. ഓക്കെ, ആ പാട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം? അത് പ്രത്യേകിച്ച് ശരത്തിൻ്റെ മ്യൂസിക്കാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ കൂടിയാണ് ശരത്ത്. അപ്പോൾ അതും വെച്ചിട്ട് അത് മാത്രമല്ല പിന്നെ ഈ പാട്ട് നല്ല രസമുള്ള ഒരു പാട്ട് കൂടിയല്ല. എവിടെയൊക്കെ ഈ പാട്ട് ഇതിന് മുന്നേ പാടിയിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ പാടിയിട്ടൊന്നുമില്ല. സ്റ്റേജിലൊക്കെ ഇതുവരെ അങ്ങനെ പാടിയിട്ടൊന്നുമില്ല. ഫസ്റ്റ് ടൈം നമുക്ക് വേണ്ടിയിട്ടാണ് പാടുന്നത്. അപ്പോൾ ശ്രമിച്ചു നോക്കാം. അതേതായാലും അടിപൊളിയായി. നമുക്ക് വേണ്ടിയിട്ട് തന്നെ ഫസ്റ്റ് കേൾക്കാം, പാട്ട് കേൾക്കാം.
പ്ലാവില പുൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനു ചെങ്കതളിക്കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ കാറ്റിനോടു കെഞ്ചി ഒരു നാട്ടുമാങ്കനി വീഴ്ത്തുവാൻ ഇനിയുമീ തുടികളിൽ കളിയാടാൻ മോഹം ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാളമായി എൻ മുന്നിൽ നീ പുലർകന്യയാ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. അടിപൊളി സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ട് പാടി ബ്രോ. താങ്ക്സ്. കിടിലായിരുന്നു, സൂപ്പറായിരുന്നു. ഓക്കെ, ഈ പാട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ബ്രോ പാടാറുണ്ടല്ലോ, നമ്മൾ ഒരു ഗ്യാങ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ പാടാറുണ്ട്. ഔട്ടിംഗ് ഒക്കെ പോകുന്ന സമയത്ത് പോകുമ്പോൾ പാടാറുണ്ട്. അപ്പം അങ്ങനെ പാടുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ്, പാട്ട് പാടി ഇപ്പം ആർക്ക് ഇഷ്ടപ്പെടുവോ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാറുണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നല്ല അഭിപ്രായം തന്നെ പറയാറുണ്ട് എല്ലാവരും. അപ്പം ഈ ഓഫീസിൽ പ്രോഗ്രാംസിനൊക്കെ പാടാറുണ്ടോ? ഓഫീസിൽ എന്തെങ്കിലും ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ? ഓഫീസിൽ ഒരു പ്രാവശ്യം ഇതുപോലെ കമ്പനി ഒരു പരിപാടിക്ക് ഇതുപോലെ പാടിയിട്ടുണ്ടായിരുന്നു. അതൊരു പുറത്തൊരു എന്താ പറയുക ഒരു പരിപാടിയായിരുന്നു, ഒരു ഗെറ്റ് ടുഗദർ പോലെയായിരുന്നു. അന്ന് ഇതുപോലെ ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി പാടിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ അങ്ങനെ കമ്പനി പ്രോഗ്രാംസിന് അങ്ങനെ അത് പാട്ടുകൾ പാടാറില്ല. ഓക്കെ, പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ബ്രോ കൂടുതലായിട്ട് പാടണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. കാരണം വെച്ചാൽ നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇവൻസിനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ തന്നെ ഇപ്പോൾ ഇവൻ ഒരു യൂട്യൂബ് ചാനൽ വേണം സ്റ്റാർട്ട് ചെയ്യാമല്ലോ, നമുക്ക് സ്വന്തമായിട്ട് പാടാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. ഇപ്പം ഞാനിങ്ങനെ മുമ്പ് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാം വെറുതെ ചുമ്മാ ഒരു പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇടാന്നൊക്കെ വിചാരിക്കാം. പക്ഷേ അതിനായിട്ട് ശ്രമിക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരു കോൺഫിഡൻസ് കുറവ് ഉണ്ട് അതിൻ്റെ. അതും അല്ല, ഇങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഇങ്ങനെ കോൺഫിഡൻസ് കുറവ് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പാടാണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാവരും ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. അപ്പം ബ്രോയ്ക്കും അതേപോലെ നല്ല കഴിവുള്ള ഒരാളാണ്. അപ്പം പറ്റുവാണെങ്കിൽ ഇനിയെങ്കിലും നമുക്ക് ഒരു കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് പാടി റൂമിലിരുന്നൊക്കെ പാടിയിട്ടേ ഇടുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഇങ്ങനത്തെ മോട്ടിവേഷൻസ് കിട്ടുമ്പോൾ ഞങ്ങൾ അങ്ങനെ പാടാണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പ്ലേ ചെയ്യാറുണ്ടോ? അല്ല, ഇൻസ്ട്രുമെൻറ്റ്സ് ഇതുവരെ അങ്ങനെ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ സുഹൃത്ത് നമ്മളെടുത്ത് ഒരു എന്താ പറയുക ഒരു ഇൻസ്ട്രുമെൻറ്റ് ഗിറ്റാർ സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ജസ്റ്റ് തുടക്കത്തിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നുള്ളൂ. പിന്നെ അതിനുശേഷം പിന്നെ അത് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആഗ്രഹമുണ്ട്, അത് പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. സുഹൃത്തിനോട് തന്നെ ഓരോ പഠിപ്പിച്ചിട്ട് സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ, അപ്പം ഏത് പാട്ടുകാരെയാണ് കൂടുതലായിട്ട്, ആരുടെ പാട്ടുകളാണ് കൂടുതലായിട്ട് കേൾക്കുക? എനിക്ക് എൻ്റെ ഫേവറേറ്റ് സിംഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രയുടെ പാട്ടുകൾ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി വോയിസ് അല്ലേ, രക്ഷയില്ല. ഇത്രയും പ്രായമായിട്ടും ഇപ്പോൾ ആ ചെറുപ്പം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട് സ്ഥലത്തിൽ. അടിപൊളി, രക്ഷയില്ല. ചിത്ര പാട്ടുകൾ ചില സമയത്ത് കേൾക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഒരു ഫീലാണ്, അതൊരു സന്തോഷം കൊണ്ടുള്ള ഒരു കണ്ണീരൊക്കെ വരില്ല. ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഈ മ്യൂസിക് കരിയറിൽ നമുക്ക് ഇനി ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ഞാനിത് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ബ്രോ വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ മ്യൂസിക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു പാട്ട് പ്രൊഫഷണലായിട്ട് പഠിക്കുന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റും കൂടി അതിൻ്റെ ഒപ്പം പഠിക്കുന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പഠിക്കാൻ വേണ്ടി നമുക്ക് പ്രായം ഒരു മാറ്റമല്ല, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാം. തീർച്ചയായിട്ടും അത് ഒരു പ്രായത്തിന് പരിധിയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഒത്തിരി സമയമില്ല, അതുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാറായി. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് അവസാനത്തെ ഒരു ഫേവറേറ്റ് സോങ്, ബ്രോൻ്റെ ഒരു ഫേവറേറ്റ് സോങ്ങുകളെ കേട്ട് നമുക്ക് എപ്പിസോഡ് അവസാനിപ്പിക്കാം. അപ്പോൾ ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി അവസാനമായിട്ട് പാടുന്നത്? ഈ ഫേവറേറ്റ് ആയിട്ട് 2 പാട്ടുകളുള്ളത്. അതിൽ ആദ്യം തൂമഞ്ഞിൻ എന്നുള്ള പാട്ട്. ഓക്കെ. പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരിപ്പൂമൊട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ മധുര
കണ്ണുകളും പാടും കിളിയുമില്ലാതെ നീ ഇന്നേകനായി എന്തിനൻ മുന്നിൽ വന്നു പനി നീർമണം തൂകുമെൻ തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് തേനൂലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് തേനൂലും സാന്ത്വനമായി ആലോലം കാറ്റ്. അടിപൊളിയായിരുന്നു. ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണെന്ന് തോന്നുന്നു. വളരെ സിമ്പിളായിട്ട് പാടി. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ട് കൂടെ കേൾക്കാം. പിന്നെ ഏത് പാട്ടാണ് രണ്ടാമതൊരു പാട്ട്? അമ്പലപ്പുഴ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാട്ട് കൂടെ കേൾക്കാം. തീർച്ചയായിട്ടും. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു അഗ്നിസാക്ഷിയായിലത്താലി ചാർത്തിയൻ ആദ്യാനുരാഗം ധന്യമാക്കും മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ ആദ്യാഭിലാഷം സഫലമാക്കും നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും നാലാളറിയെ കൈപിടിക്കും തിരുനാടകശാലയിൽ ചേർന്നു നിൽക്കും യമുനാ നദിയായി കുളിരലയിളകും നിലവിൽ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. അടിപൊളി ബ്രോ, സൂപ്പറായിട്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ഒരു ഭക്തി നമുക്ക് ഫീൽ ചെയ്തു. താങ്ക് യു. അപ്പം ഒത്തിരി താങ്ക് യു ബ്രോ ഇവിടെ വന്നതിനൊക്കെ. അടിപൊളിയായി, സൂപ്പറായി, പാട്ടുകളൊക്കെ അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച് ആശംസ. കാരണം ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഒരുക്കി തന്നതിലും ഇങ്ങനൊരു സന്ദർഭത്തിൽ പാടാൻ സാധിച്ചാലും ഒരുപാട് ഒത്തിരി നന്ദിയുണ്ട്. തീർച്ചയായിട്ടും ഈ ചാനലിന് എല്ലാവിധ ആശംസകളും. അടിപൊളിയായിട്ട് പറ്റ താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നിഖിൽ ബ്രോ ആയിരുന്നു. നിഖിൽ ബ്രോന് കുറേ സ്വപ്നങ്ങളുണ്ട്, എല്ലാം പൂവണിയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനിയും കാണുന്നോളം വരെ ബൈ ബൈ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുക.